ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്കൂട്ടേഴ്സിൽ ആക്റ്റീവ് 125 അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കൂട്ടേഴ്സിലൊക്കെ ഇങ്ങനെ പൊതുവെ ഒരു ഹോൾ ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കാണാറുണ്ട്. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അറിയില്ല. പക്ഷെ അത് എന്താണ് അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഹോൾ യൂസ് ചെയ്യുന്നത്. പൊതുവെ ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടിയിൽ ആ സൈഡിലാണ് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ നമുക്ക് ലെവൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിന് ആ സൈഡ് ഗ്യാപ്പിൽ കൂടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അത് പൊതുവെ ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്ത മോഡലിലും അങ്ങനെ ഒരു ഹോള് കാണാറുണ്ട്. അങ്ങനെയുള്ള വണ്ടികൾ അത് ഒരു യൂസ് ഇല്ല. കാരണം വെച്ചാൽ ഈ ഒരു മോഡലിന് മാത്രമേ അങ്ങനെ ഒരു ഹോള് കൊണ്ടൊരു ഉപയോഗമുള്ളൂ. കാരണം വെച്ചാൽ അതിനകത്ത് മാത്രമേ ഡിസ്ക് ബ്രേക്ക് ഉള്ള വണ്ടിയിൽ മാത്രമേ ബ്രേക്ക് ഫ്ലൂയിഡ് കാണത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ഹോൾ യൂസ് ചെയ്യുന്നത്. അപ്പം അത് നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് കാലിപ്പറൊക്കെ ഇളക്കി ക്ലീൻ ചെയ്യുന്ന സമയത്തും പുതിയ പാഡൊക്കെ മാറുന്ന സമയത്തൊക്കെ അതിൻ്റെ ബ്രേക്ക് ബ്ലീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കളറ് മാറാറായോ എന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളൊരു ഇതിന് എളുപ്പത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. പൊതുവേ നമ്മൾ ഡോട്ട് 3 ബ്രേക്ക് ഫ്ലൂയിഡാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളുടെ എപ്പോഴാണ് റിക്വയർമെൻറ്റ് വരുന്നത്, എപ്പോഴാണ് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കളറ് മാറുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയുന്ന ആ സമയത്ത് നമ്മൾ മൊത്തത്തിൽ അത് ഡ്രെയിൻ ചെയ്തിട്ട് പുതിയ ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. താങ്ക് യു സോ മച്ച്.